കാഴ്ചകളിൽ വല്ലാത്ത ഭീകരതയും ഭയപ്പാടും തോന്നുന്ന വ്യത്യസ്തമായ ശൈലിയുടെ ഉടമയാണിന്ന് ശ്യാം. ഗിത്താറിൻ്റെ തന്ത്രികൾ മൃദുവായി മീട്ടുന്ന വിരലുകൾ കൊണ്ട് ചായക്കൂട്ടുകൾ തേച്ചു പിടിപ്പിച്ച് മനസ്സിൽ പൂവിട്ട ചിന്തകളെ ക്യാൻവാസിലാക്കി മാറ്റുന്ന വ്യത്യസ്തനായ കലാകാരൻ ശ്യാം എന്ന ശ്യാം ബാലകൃഷ്ണൻ. എൻ്റെ പേര് ശ്യാം ബാലകൃഷ്ണൻ. ഞാനൊരു 3D ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ദുബായിൽ ഇപ്പോൾ ഒരു 20 വർഷത്തോളമായി ദുബായിൽ വർക്ക് ചെയ്യുന്നതാണ്. ചെറുപ്പത്തിൽ എനിക്ക് വരനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. എപ്പോഴും പെയിൻറ്റിങ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഫാദർ ഇത് കണ്ട് പുള്ളി എന്നെ കലാഭവനിലാക്കിയിരുന്നു. എറണാകുളത്ത് തന്നെ ടൗൺ ഹാളിൻ്റെ അടുത്തുള്ള കലാഭവനിലാക്കി. അവിടെ വെച്ചാണ് എനിക്ക് പെയിൻറ്റിങ്ങിൻ്റെ എങ്ങനെ ചെയ്യണം, അതിൻ്റെ ടെക്നിക്സ് എല്ലാം പഠിക്കാൻ പറ്റിയത്. ഓയിൽ പെയിൻറ്റ്സ് എങ്ങനെ യൂസ് ചെയ്യണം അതൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി പെയിൻറ്റിങ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എന്നിട്ട് വർക്കിൻ്റേതായിട്ട് പല സ്ഥലത്തും ദൂരെ ഡിസ്റ്റൻസിലൊക്കെ പോകേണ്ടി വന്ന്. ആദ്യം ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു പെയിൻറ്റിങ്സ്. ഫസ്റ്റ് പെയിൻറ്റിങ് അവിടെ വെച്ചിട്ടാണ് ഓയിൽ പെയിൻറ്റ് ചെയ്തത്. പിന്നെ ഒമാനിലുണ്ടായിരുന്നു ഒരു 3 വർഷത്തോളം. അവിടെ വെച്ചും ഒത്തിരി പെയിൻറ്റിങ്സ് ചെയ്ത്. പിന്നെ സൗദി അറേബ്യയിലുണ്ടായിരുന്നു. അവിടെ വെച്ചും 3 years അവിടെയും ഉണ്ടായിരുന്നു. അവിടെ വെച്ചും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദുബായിൽ ബാക്കിയുള്ള എല്ലാം ദുബായിൽ വെച്ചിട്ട് തന്നെ ചെയ്തേക്കണം. ഇവിടെ നാട്ടിൽ അങ്ങനെ പെയിൻറ്റിങ് ചെയ്യാൻ അങ്ങനെ ടൈം അധികം കിട്ടിയിട്ടില്ല. ആദ്യം ക്രയോൺസ്, പിന്നെ പെൻസിൽ ഡ്രോയിങ്സ്, ക്രയോൺസ് അങ്ങനെ ഒത്തിരി ചെയ്യുമായിരുന്നു. പിന്നെ ഓയിൽ പെയിൻറ്റ്സ് അക്രിലിക്കുമായിട്ട് കൂടുതൽ അതാ ചെയ്യണം. ഗ്ലാസ് പെയിൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ടെക്സ്റ്റൈൽ ഡിസൈൻ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യുമായിരുന്നു. പിന്നെ കൂടുതലും ഓയിൽ പെയിൻറ്റ്സും അക്രിലിക്കുമാണ് ചെയ്യണത്. അത് ദുബായിൽ തന്നെ കൂടുതലും ചെയ്തേക്കുന്നത്. ഏറെ സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്ത ശ്യാമിൻ്റെ സുഹൃത്ത് ശ്യാമിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. നമസ്കാരം, എൻ്റെ പേര് ഡൊമിനിക്. അത്യാവശ്യം DJ ആണ്. പിന്നെ ഫിലിമിൽ അത്യാവശ്യം പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. 10-9 ഫിലിം ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ഒരു പടം ഇറങ്ങി. ഇപ്പോൾ അടുത്ത മാസം ഒരു പടം ഇറങ്ങുന്നുണ്ട്. ശ്യാം ചെറുപ്പം മുതലൊരു കൂട്ടുകാരനാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. സ്കൂളിൽ ഒരുമിച്ച് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച്. അത് കഴിഞ്ഞ് 5ാം ക്ലാസ് വരെ പ്രീഡിയിൽ ഒരുമിച്ച് പഠിച്ച്. അത് കഴിഞ്ഞിട്ട് പുള്ളി ആക്ച്വലി ഒരു ഡ്രമ്മറായിരുന്നു പുള്ളി. അത് കഴിഞ്ഞിട്ട് പുള്ളി ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ 3D ആനിമേഷൻ പഠിച്ച്. ആ സമയത്ത് തന്നെ വരയൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക്. അതിന് പുള്ളി ഞങ്ങൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പുള്ളി ഒരു ബുള്ളറ്റ് ഭ്രാന്തനായിരുന്നു. നമ്മൾ ഇടയ്ക്ക് റൈഡിനൊക്കെ പോവും. അത് കഴിഞ്ഞിട്ട് നേരെ പുള്ളി ദുബായിലേക്ക് പോയി. പിന്നെ അവിടെ ഒരു 10-15 വർഷം 20 വർഷമായിട്ട് പുള്ളി അവിടെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ വെച്ച ചിത്രങ്ങളാണ് ഇതെല്ലാം കംപ്ലീറ്റ്. വരകളെ സ്നേഹിക്കുന്ന ഒരു പ്രതിഭാസമാണ് ശ്യാം. മലയാള തനിമയുടെ ആവിഷ്കാര കൗതുകമായി ഈ പ്രതിഭ മാറുകയാണ്. ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാർക്കൊക്കെ അഭിമാനമായി മാറുകയാണ് ശ്യാം എന്ന ഈ കലാകാരൻ. കുറച്ച് നാളുകളായിട്ട് ശ്യാമിൻ്റെ കുറച്ച് പിക്ചേഴ്സ് ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു മഴയൊക്കെ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ശ്യാം യാത്ര പോകുമ്പോഴൊക്കെ ശ്യാം അവിടെ കണ്ട കാഴ്ചകളൊക്കെ ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ഗ്രൂപ്പിലിടാറുണ്ട്. ശ്യാം ഇങ്ങനെ ഈ അടുത്തൊരു ബോട്ടിങ് പോയിട്ട് ശ്യാം കണ്ട കാഴ്ച വരച്ചിട്ട് ഇട്ടിട്ട് എല്ലാവരും അത് കണ്ട് അതിശയിച്ച് പോയി എന്നുള്ളതാണ്. നമ്മൾക്കും കൂടി ആ യാത്ര പോയ ഒരു ഫീലിംഗ് ഉണ്ടായി. പിന്നെ പഴയ കളക്ഷനിൽ നിന്ന് കുറച്ച് ശ്യാം അതിൻ്റെ അകത്ത് ഗ്രൂപ്പിലടക്കിയിടും, എല്ലാവരെയും ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ. പിന്നെ എന്തെങ്കിലും ഗുഡ് മോർണിംഗ് ഇതൊക്കെ ശ്യാമിൻ്റെതായ രീതിയിൽ വരച്ചിട്ട് അങ്ങനെ സെൻഡ് ചെയ്തു. പിന്നെ ഒരു പ്രാവശ്യം മഴയത്ത് എവിടെയോ പോയപ്പോൾ ആ മഴയുടെ കാഴ്ച ശ്യാം ഇങ്ങനെ ഗ്രൂപ്പിലിട്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പിലെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്യാമിൻ്റെ ആ ഒരു കഴിവ് അറിയുകയും ചെയ്യും. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നതാണ്. ശ്യാമിനെ പോലെ ഒരു ഫ്രണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ളത് ഭയങ്കര അഭിമാനം തന്നെയാണ്. ഒരുമിച്ച് കളിച്ചു വളർന്ന് കൗമാരപ്രായമെത്തിയ കാലം 3D ആനിമേഷൻ പഠിക്കുവാനായി ശ്യാം ചേർന്ന്. പൊതുവെ നാണം കുണുങ്ങിയായ ശ്യാം ഗർജിക്കുന്ന കലയുടെ ചക്രവർത്തിയാണ് എങ്കിലും ഓരോ പരീക്ഷകൾക്ക് ശേഷവും വല്ലാതെ പരിഭ്രാന്തി അനുഭവിക്കുന്ന ആളായിരുന്നു ശ്യാം. സ്വന്തം മനസ്സിന് സ്വയം സാന്ത്വനമേകുവാനായി കൂട്ടുകാരുമായി ദീർഘദൂര യാത്രകളൊക്കെ നടത്തുമായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. ചെറുപ്പം പോലെ ശ്യാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ശ്യാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രാവലറാണെന്ന് പറയാൻ പറ്റില്ല ട്രാവലറാണെന്ന്. പക്ഷേ പുള്ളിയുടെ ഉള്ളിലെ സാധനമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് ഞങ്ങൾ ടൂർ പോണത് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി റിസൾട്ട് തന്നെ തോക്കോ ജയിക്കുമോ എന്ന് അറിയാനുള്ള സിറ്റുവേഷൻ വന്നായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ എങ്ങാടെന്ന് അറിയാമെന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോയായിരുന്നു. അതെനിക്ക് തോന്നുന്നത് ഇവിടുന്ന് നേരെ ഏത് വണ്ടിയാണെന്ന് അറിയാൻ പറ്റില്ല, സേലത്ത് ഇറങ്ങി. സേലത്ത് നിന്ന് ഓഗനിക്കിൽ പോയി. ഓഗനിക്കിൽ ഞങ്ങൾ ആ സമയത്ത് ചെല്ലാൻ നേരത്ത് അവിടെ റോജറുടെ ഷൂട്ടിങ് നടക്കണേ. ഞങ്ങൾ 2 ദിവസം കാട്ടിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത്. പിന്നെ ഇവൻ്റെ ആനിമൽസിനോട് പുള്ളി പ്രത്യേക ഒരു താല്പര്യമുണ്ട്. ചെറുപ്പം മുതലേ അവൻ്റെ വീട്ടിൽ പട്ടിയുണ്ട്, അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഈ വുൾഫിൻ്റെ ഒക്കെ പടമൊക്കെ വരച്ചേക്കണം. പിന്നെ നേച്ചറായിട്ട് പുള്ളിക്ക് ചെറിയൊരു ബന്ധമുണ്ട്. ഒരു മൃഗസ്നേഹി കൂടിയാണ് ശ്യാമെന്ന് ശ്യാമിൻ്റെ കൂട്ടുകാപ്പി പുറപ്പിച്ചു പറയുന്നു. മൃഗങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ ശ്യാം വളരെയധികം വിജയിച്ചിട്ടുണ്ട്. 2 മാനുകൾ കൊമ്പുകളിൽ പിണഞ്ഞു കിടക്കുന്ന ചിത്രമാണ് ശ്യാം ആദ്യമായി വരച്ച ആളുകൾ ശ്രദ്ധിച്ച ചിത്രം. കൂടുതലും കളർ കോമ്പിനേഷൻസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനങ്ങളെല്ലാം വരച്ചിട്ടുണ്ട്. എല്ലാത്തിലും ആനിമൽസ് ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ തന്നെ വുൾഫുണ്ട്, ഒരു ടൈപ്പ് മയിലുണ്ട്, എല്ലാത്തിനും സീബ്രയുണ്ട്. നേച്ചറാണ് പുള്ളിയുടെ മൈൻഡിലുള്ളൊരു സാധനം. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നേച്ചർ തന്നെയാണ് പുള്ളിക്ക് ഇഷ്ടമുള്ളത്. എൻ്റെ ഒരു സന്തോഷ് പി ലൂയിസ്. ഞാനൊരു ബിസിനസ് ചെയ്യുവാണ്. ശ്യാമിന് എനിക്കൊരു 10-20 വയസ്സ് മുതൽ ഞങ്ങൾ തമ്മിൽ പരിചയത്തിലാണ്. ശ്യാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചിരുന്നത് SRV സ്കൂളിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സെല്ലാം മറ്റേ ആർബിൾസിലായിരുന്നു. അങ്ങനത്തെ ബേസിൽ ഞങ്ങൾക്ക് ശ്യാമിനെ പരിചയമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ശ്യാമിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. പിന്നെ ശ്യാമിൻ്റെ വീട്ടിൽ ശ്യാം ഗിറ്റാർ പ്ലേ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ കണ്ടമാനം കാലങ്ങളിൽ ഞങ്ങൾ ഒത്തുകൂടാറുണ്ട് ഓരോ സംഭവത്തിലും. പിന്നെ ശ്യാമിൻ്റെ രചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ വരയ്ക്കുമായിരുന്നു അവൻ. അപ്പോൾ അങ്ങനെയുള്ള, അല്ലാണ്ട് കൂടുതലായിട്ടുള്ള ഇത് എനിക്കറിയില്ല. കാര്യം ഞങ്ങൾ കൂടുതലങ്ങനെ മിങ്കിൾ ചെയ്യാറില്ല. അതാണ് ശ്യാമിനെ പറ്റിയുള്ള സംഭവങ്ങൾ. ശ്യാമിൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സമയം എന്ന് പറഞ്ഞിട്ട്, സംശിവം ബാൻഡുള്ളത്. അപ്പോൾ ആ ബേസിലാണ് ശ്യാം അങ്ങനെ ഗിറ്റാർ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരുമ്പോൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ ശ്യാം ഗിറ്റാർ പ്ലേ ചെയ്യാറുണ്ട്. വളരെയധികം ക്ഷമയും സമാധാനവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചിത്രരചനയിൽ വിജയിക്കുവാനാകൂ. സ്വന്തം അമ്മയിൽ നിന്നു പകർന്നു കിട്ടിയ ക്ഷമാശീലവും വിനയവും ശ്യാമിനെന്നും അലങ്കാരവും വിജയത്തിലെത്തുവാനുള്ള ചവിട്ടുപടിയുമായിരുന്നു. അവൻ്റെ സിറ്റുവേഷനിൽ നിന്ന് വരുന്ന ഇത് ഞാൻ പറയാം, ഇത് വരക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് സമയം കണ്ടെത്തണം ഇതിന്. ഈ 3D ആനിമേഷൻ പഠിച്ചിട്ട് ദുബായി പോയി ജോലി ചെയ്യണ ആയിരിക്കും ഇങ്ങനത്തെ സമയം കിട്ടാറില്ല വരക്കാനുള്ള. ആ സമയം കണ്ടെത്തി വരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്നാലും ആ ക്യാരക്ടറും വിട്ടിട്ടില്ല അതിനുള്ള. അത് ഇപ്പോഴും അതവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണത്. അവനൊരു പടം വരക്കാനുള്ള എന്തൂസിയാസ്റ്റിക് സാധനമുണ്ട് അവൻ്റെ കയ്യിൽ. അവൻ്റെ ഇനിയും വരക്കണം, ഇഷ്ടം പോലെ വരക്കണമെന്നുണ്ട്. പക്ഷേ സമയം കിട്ടാറില്ല പുള്ളിക്കത്. താൻ വരച്ച ഓരോ ചിത്രത്തിനും സ്വന്തമായി ഫ്രെയിം വർക്കുകൾ ചെയ്യുന്നതും ശ്യാമിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ക്ഷമയോടെ ശ്രദ്ധയോടെ ചെറുതും വലുതുമായ ഓരോ ചിത്രത്തിനും സ്വന്തം കൈകൊണ്ട് തന്നെ ഫ്രെയിമുകൾ തീർത്തു വെക്കുമ്പോൾ ശ്യാമിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം വിരിയുന്നു. ശ്യാം വിൽക്കാൻ വേണ്ടി ഒന്നും ഇതുവരെ ചെയ്യുന്നില്ല പുള്ളി. സാധാരണ ഒരു കലാകാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരച്ചിട്ട് വിൽക്കും. ആദ്യത്തെ കുറച്ച് പടങ്ങൾ അവർ വിൽക്കൂല. പിന്നത്തെ അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും റെന്യൂമറേഷൻ വേണ്ടേ, അത് പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ അവന് വിൽക്കേണ്ട ആവശ്യമില്ല. കാര്യം അവൻ നല്ലൊരു 3D ആർട്ടിസ്റ്റാണ്. അവന് വേറെ സാധനങ്ങൾ ചെയ്യാനാണ് അവന് താല്പര്യം. അപ്പോൾ അതിൽ നിന്ന് റെന്യൂമറേഷൻ ഉള്ള കാരണം ഇത് വിൽക്കേണ്ട ആവശ്യമില്ല അവന്. പിന്നെ ഇത് മാത്രമല്ല, വേറെ ഒരുപാട് പടങ്ങൾ വരച്ചിട്ടുണ്ട്. അതൊന്നും ഇതുവരെ പ്രദർശനത്തിന് വെച്ചിട്ടില്ല, അതൊന്നും ഫ്രെയിം ചെയ്തിട്ടില്ല. അത് ചില അവൻ്റെ ചേട്ടനുണ്ട്, അവൻ്റെ വീടുണ്ട്, ആ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊന്നും പ്രദർശനം വെച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇതിൽ. 3D ആനിമേഷൻ കഴിഞ്ഞ് 3 വർഷം ഒമാനിൽ ജോലി ചെയ്തു. പിന്നെ 3 വർഷം സൗദിയിൽ, അവിടുന്ന് ദുബായ്. ജോലിക്കിടയിൽ വിദേശത്തുള്ളപ്പോഴും വീണ് കിട്ടുന്ന സമയങ്ങളിൽ വരച്ചു കിട്ടിയ ചിത്രങ്ങൾ ഈടുപാടുകളൊന്നും കൂടാതെ കേരളത്തിലേക്ക് എത്തിക്കുവാൻ ശ്യാം കാണിച്ച ശ്രമങ്ങളുടെ ആകത്തുകയായി മാറുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ ഈ കാണുന്ന ചിത്രപ്രദർശനം. പെയിൻറ്റിങ്സിൽ അക്രിലിക് ആണെങ്കിലും ഓയിൽ പെയിൻ്റ് ആണെങ്കിലും ഒത്തിരി ടൈം എടുത്തുകൊണ്ട് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ വലിയ ക്യാൻവാസിൽ ചെയ്തേക്കുന്ന പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തേക്കുന്നത്. ടൈം എന്ന് വെച്ചാൽ 2 to 3 months വരെയൊക്കെ എടുത്തിട്ടാണ് കൂടുതലും ചെയ്തേക്കണത്. അതിനകത്ത് കൈകൊണ്ട് വരച്ച പെയിൻറ്റിങ്സ് ഉണ്ട്,
അത് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ട് വെച്ചേക്കണ പെയിൻറ്റിങ്സ് അങ്ങനെ ചെയ്തേക്കണതാണ്. കൈ കൊണ്ട് നൈഫോ അല്ല, ബ്രഷോ അല്ല, ഫിംഗർ വെച്ചിട്ട് തന്നെ ചെയ്തേക്കണത്. അതിന് എല്ലാത്തിനും ടൈം എടുത്ത് ചെയ്തേക്കണം. അത് ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്ന് ഓർത്തിട്ട് എല്ലാം ടൈം എടുത്ത് തന്നെ ചെയ്തേക്കണത് പെയിൻറ്റിങ്സ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഇൻ വൈറ്റ് സാറ്റിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തിട്ടുണ്ട്. അതും വലിയ ക്യാൻവാസിൽ ചെയ്തേക്കണം. അതിനും ടൈം എടുത്തിട്ടുണ്ട്. മനസ്സ് വളരെ ശക്തമാണെങ്കിൽ മാത്രമേ ഇത്രയും അതിശക്തമായ രചനകൾ ജനിക്കൂ എന്ന് പറയുന്ന കാഴ്ചക്കാർക്ക് മുന്നിൽ വിനയാന്വിതനാവുകയാണ് ശ്യാം ബാലകൃഷ്ണൻ. ശരിയാണെന്ന് പറഞ്ഞാലും പക്ഷെ രചനകളിൽ ആളൊരു പവർഫുള്ളായിട്ടാണ് തോന്നുന്നത്. മൈൻഡ് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. ചിത്രങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചിത്രങ്ങളാണ് മിക്കതും വരുന്നത്. ശരിയായിട്ട് തോന്നുന്നില്ല, സ്ട്രോങ് തന്നെയാണ് മൈൻഡ്. പ്രകൃതിയെ പ്രകീർത്തിക്കുവാൻ കാണിച്ചിരിക്കുന്ന വ്യഗ്രത കാഴ്ചക്കാരിൽ മനസ്സിളക്കുമ്പോൾ ചായക്കൂട്ടങ്ങളെ ഏറെ ഇഷ്ടത്തോടെ മനസ്സിലാക്കി ക്യാൻവാസിലെത്തിക്കുന്ന ശ്യാം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ കറുപ്പും ചാരനിറവും അതുപോലുള്ള അടഞ്ഞ നിറക്കൂട്ടുകളാണ്. കാരണം ആടയാഭരണങ്ങളെക്കാൾ സ്വന്തം സ്വപ്നങ്ങൾക്ക്, സ്വന്തം വരകൾക്ക് നിറം കൂടുതലുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. പ്രദർശനം നടത്തി ഒരു ചിത്രം പോലും വിൽക്കുവാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നത് ഏറെ കൗതുകകരമായ ഒരു കാര്യമാണ്. ഇന്നുവരെ ശ്യാം തൻ്റെ ചിത്രരചനകൾ വിൽക്കുവാൻ തയ്യാറായിട്ട് ഒരുപാട് പേർ വാങ്ങുവാനായി വന്നുവെങ്കിൽ പണം മേടിച്ച് ആർക്കും ശ്യാം തൻ്റെ ചിത്രങ്ങൾ നൽകിയിട്ടില്ല. ഇവിടെ കേരളത്തിൽ പെയിൻറ്റിങ് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ മറ്റു പുറത്തൊക്കെ ആൾക്കാർ ഒരു പെയിൻറ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മേടിക്കണ പോലത്തെ ഇത് ഇല്ലെന്നാണ് എനിക്ക് തോന്നണത്. ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് ഒരു വീട്ടിലൊരു പെയിൻറ്റിങ് മേടിച്ച് വെക്കണമെന്ന് അങ്ങനെ ഒരു ഇത് മലയാളീസിന് ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ പെയിൻറ്റ്സ് കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് ഓരോരുത്തർ ചോദിക്കാറുണ്ട് സെല് ചെയ്യാൻ. ഞാൻ സെല് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് കാരണം എന്ന് വെച്ചാൽ അത് ഒത്തിരി ടൈം എടുത്ത് ചെയ്യണ പെയിൻറ്റിങ്സ് ആയതുകൊണ്ട് അങ്ങനെ ഒരു സെല് ചെയ്യണമെന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പലരും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ. പുറത്തുള്ള ആൾക്കാരുടെ പോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് മേടിച്ച് വീട്ടിൽ വെക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് മലയാളീസിനില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അറിയുന്നവർക്കും കൂട്ടുകാർക്കും കേരളത്തിലെ തൻ്റെ പ്രിയപ്പെട്ട മലയാളികൾക്കും തന്നെ അറിയുന്ന കൂട്ടുകാർക്കുമൊക്കെയായി ചെറുതും വളരെ വളരെ വലുതുമായ ചിത്രങ്ങൾ ദുബായിൽ നിന്നും ഏറെ കഷ്ടപ്പാടിൻ്റെ ഫലമായാണ് കേരളത്തിലെത്തിച്ചത്. ഇനിയും ശ്യാം പുതിയ ചിത്രങ്ങളുടെ രചനയിൽ തിരക്കിലാണ്. ഇനിയുള്ള കുറച്ച് മാസങ്ങൾ കുറച്ച് ചിത്രങ്ങൾ കൂടി വരച്ച് എല്ലാം പൂർത്തീകരിച്ച് ഫ്രെയിമുകൾക്കുള്ളിലാക്കി ദുബായിൽ ഒരു പ്രദർശനം നടത്തുവാൻ ആഗ്രഹിക്കുകയാണ് ശ്യാം. അതിനുള്ള ശ്രമങ്ങളുമായി മുന്നേറുകയാണ് ഈ കലാകാരൻ. ഉള്ളിൽ വരയുടെ മായിക ലോകം സൂക്ഷിച്ചു നടക്കുന്ന ശ്യാമിൻ്റെ സ്വപ്നം സഫലമാകട്ടെ എന്ന് നമുക്കും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചയിലെ വിസ്മയ കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുൻപിൽ സന്തോഷത്തോടെ സമർപ്പിച്ച് പുതിയൊരു കലാകാരന് പിന്നാലെ, പുതിയ ചില കാഴ്ചകൾക്ക് പിന്നാലെ ഞങ്ങൾ യാത്രയാവുകയാണ്.